മഹാഗുരുശരണം. ഇന്ന് 2025 ജൂൺ മാസം 4-ാം തീയതി ബുധനാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ ഇഷ ആദിയോഗി സെൻ്ററാണ്. അവിടുത്തെ റൂമിലിരുന്നാണ് ഈ വീഡിയോ ഇടുന്നത്. കാര്യം ഇവിടെ വീഡിയോ എടുക്കാൻ അനുവാദമില്ല. റൂമിലിരുന്നാണ് ഇടുന്നത്. അവിടെ ആദിയോഗിയുടെ അവിടെ നിന്ന് വീഡിയോ എടുക്കാം. അത് കഴിഞ്ഞിട്ട് അകത്ത് വെൽക്കം പോയിൻ്റ് കഴിഞ്ഞ് അകത്തേക്ക്, അത് സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് അവിടെയൊന്നും വീഡിയോ എടുക്കാൻ അനുവാദമില്ല. അവിടെ നിന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഇത് കഴിഞ്ഞ് അകത്ത് വന്നാൽ വീഡിയോ എടുക്കാൻ അനുവാദമില്ല. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റേ ആയതുകൊണ്ട് മൊബൈൽ കയ്യിൽ വയ്ക്കാം. പക്ഷേ അത് സ്വിച്ച് ഓഫ് ആയിരിക്കണം. മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുണ്ട് പുറത്ത് ഇറങ്ങുമ്പോൾ. വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. ശരിക്കും വന്ന് കുടുംബസമേതം വരേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ഇടാം. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇന്നലത്തെ ലൈറ്റ് ആൻഡ് ഷോ സൗണ്ട് അത് വീഡിയോ ചെയ്തു. അതുകൂടാണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് പിന്നെ പോയി ലിംഗഭൈരവി അവിടുത്തെ ആരതിയുണ്ട് രാവിലെ 7:40 അതിന് പങ്കെടുത്തു. അതൊരു വല്ലാത്ത വൈബായിരുന്നു. അവിടുത്തെ ആ സമയത്തുള്ള നാദവും എല്ലാമായിട്ട് വല്ലാത്ത വൈബ്. അത് കഴിഞ്ഞിട്ട് ധ്യാനലിംഗം അവിടെ വന്നിട്ട് 10 മിനിറ്റ് മെഡിറ്റേഷൻ. അത് ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും അവർ ബെല്ല് അടിക്കും. അപ്പോൾ അവിടെയും അതും കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ്, അപ്പോൾ കൂട്ടത്തിലുള്ള ചിലർ മറ്റേ സൂര്യകുണ്ടിൽ കുളിക്കാൻ പോയി. ഞാൻ പോയില്ല. കാര്യം ഭയങ്കര തണുപ്പാണ് അതിനകത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ തണുപ്പ് കൂടിയുള്ളത് കൊണ്ട് ഞാൻ പോയില്ല. ഇന്നലെ കുളിച്ചിരുന്നു. ഇന്ന് കുളിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. വേണ്ടാന്ന് വെച്ച് ഇനി ഒരിക്കലാകട്ടെ എന്ന് വെച്ച്. കാര്യം ഇനി ഒരു 3-4 ദിവസത്തേക്കായിട്ട് ഇവിടെ വന്ന് നിൽക്കണം, എങ്കിലേ ശരിയാകുള്ളൂ. ആ ധ്യാനലിംഗത്തിൻ്റെ അവിടുത്തെ ആരതിയും നാദാരാധന എല്ലാത്തിനും ഒന്ന് പങ്കെടുക്കണം. ഒരു വല്ലാത്ത വൈബാണ്. ഈ കോമ്പൗണ്ട് ക്യാമ്പസ് കംപ്ലീറ്റ് ഒരു വല്ലാത്ത വൈബാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തോ ആകട്ടെ, അതിനെക്കുറിച്ച് പിന്നെ പറയാം. അപ്പോൾ ഇവിടെ പോകുമ്പോഴും എല്ലാം ഞാൻ പലരുടെയും മെസ്സേജുകൾ നോക്കായിരുന്നു. ഇതുവരെ വന്ന മെസ്സേജുകളൊക്കെ ഞാൻ നോക്കി. എല്ലാവർക്കും അതിൻ്റെ ഇമോജി എന്തെങ്കിലും ഇട്ടിട്ടുണ്ട്. ചിലർക്ക് മറുപടി ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കുറേ വിളിക്കാൻ സാധിച്ചിട്ടില്ല. അതും പറയാം. ഇവിടെ വെച്ച് വിളിക്കാനുള്ള, നമ്മൾ പുറത്താണെങ്കിൽ വിളിക്കാനുള്ള സാഹചര്യം കിട്ടുകയില്ല. പിന്നെ നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക എവിടെയാണെങ്കിലും. അതാണ് പ്രാധാന്യം. അവിടുത്തെ ആ ഒരു ശക്തിയായിട്ട്, സാന്നിധ്യമായിട്ട് നമ്മളൊന്ന് താതാത്മ്യം പ്രാപിക്കുക. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും മൊബൈൽ നോക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ മൊബൈൽ നോക്കിയിട്ടുണ്ട് കേട്ടോ. അതും അറിയിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കുറേയധികം ആൾക്കാരുടെ കുറേയധികം ആഗ്രഹങ്ങളുണ്ട്. മനുഷ്യർക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ഞാനുൾപ്പെടെ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെയും കുടുംബാംഗങ്ങളുടെ ആരോഗ്യമാണ്. ശാരീരികവും മാനസികവുമായ ആരോഗ്യം എല്ലാവരുടെയും. അത് പിന്നെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, അവർ നല്ല മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടി അവർക്ക് നല്ല വരുമാനമുള്ള, അവർക്ക് ഉചിതമായ ജോലി കിട്ടണം. അങ്ങനെ ഒരു ജീവിത സാഹചര്യം ഉണ്ടായി ഓരോരുത്തരുടെയും കുലമനുസരിച്ചുള്ള ജീവിത പങ്കാളി അവർക്ക് കിട്ടണം. അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഐക്യമത്യം, സമൃദ്ധി ഉണ്ടാകണം. ഓരോ വ്യക്തിപരമായിട്ട് ഓരോരുത്തർ ചെയ്യുന്ന ബിസിനസ് ആകട്ടെ, ജോലി ആകട്ടെ, അതിൽ ഉത്തരവാദിത്തം, വരുമാന വർധനം ഉണ്ടാകണം. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, മക്കളുമായിട്ടുള്ളത്, മരുമക്കളുമായിട്ടുള്ളത്, അങ്ങനെ പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. അതിൽ ചില നമ്മുടെ കാർമ്മികം വെച്ച് ചില ഏറ്റക്കുറച്ചിലുകൾ വരും, ഗ്രാഫ് വരും. അപ്പോൾ അതിലെല്ലാം നമുക്ക് അനുകൂലമായിട്ട് എല്ലാവരുമായിട്ട് ഐക്യമത്യത്തോടെ പോകാനുള്ള ആഗ്രഹങ്ങൾ. അതുപോലെ തന്നെ പലർക്കും വീട് വാങ്ങണം, സ്വന്തമായിട്ട് സ്ഥലം, വീട് പലരുടെ ആഗ്രഹങ്ങളാണ്. അതിനുള്ള ആ ആഗ്രഹങ്ങൾ. അതുപോലെ ചിലർക്ക് സ്ഥലം വിറ്റ് എന്തെങ്കിലും ആവശ്യത്തിന് അവരുടെ ഇപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലം വിറ്റിരിക്കണം, ആ ആഗ്രഹങ്ങൾ. അതുപോലെ തന്നെ പലർക്കും ആരോഗ്യപരമായിട്ട് സ്വതന്ത്രമായിട്ട് നടക്കാനായിട്ട്, അതായത് പല കാരണങ്ങൾ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ നടക്കണം. പിന്നെ ചിലർക്ക് രക്ഷപ്പെടണമെങ്കിൽ ലോട്ടറി അടിക്കണം. ആ ലോട്ടറി അടിച്ചാൽ അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും. കാര്യം അവർ വളരെ വരുമാനം ഇതായിട്ട് സ്വന്തമായിട്ട് വീടില്ലാണ്ട് ഒക്കെയുള്ള കുറേ അധികം ആൾക്കാരുണ്ട്. അപ്പോൾ ലോട്ടറി അടിക്കണം, ആ ആഗ്രഹങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ സങ്കല്പം ചെയ്യുന്നു. അപ്പോൾ എന്നോട് ഓരോ കാര്യങ്ങളും ആവശ്യപ്പെടുന്ന ആൾക്കാർ അവരുടെ
ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം എൻ്റെ ഉപാസനാമൂർത്തികൾ, ഗുരുപരമ്പരകളുടെ എല്ലാം മാധ്യമമായിട്ട് പരമാത്മാവ്, പരാശക്തി, 33 ദേവതകൾ, ആചാര്യന്മാർ, ഗുരുക്കന്മാരെ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും സകുടുംബം ആയുസ്, ആരോഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ മനോകാമനാഭീഷ്ടങ്ങളും നടക്കാൻ, കുട്ടികളുടെ കാര്യമെല്ലാം നല്ല രീതിയിൽ നടക്കാനായിട്ട്, എല്ലാവരുടെയും ജീവിതം നല്ല രീതിയിൽ പോകുവാനായിട്ട്, സമാധാനം, സന്തോഷം, ഐക്യമത്യം, സമൃദ്ധി എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകാനും, എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും ഓരോ സമയവും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ നടക്കാനും, പോസിറ്റീവായ മാത്രം ചിന്തകളും പോസിറ്റീവായിട്ട് അതിൻ്റെ 100 ടൈംസ് റിട്ടേൺസ് ഈ പ്രപഞ്ചത്തിൽ, യൂണിവേഴ്സിൽ നിന്ന്, ദേവതകളിൽ നിന്ന് ലഭിക്കുവാനും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.